അഭിനയം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയാണ് പടം മുഴുവൻ കൊണ്ടുപോകുന്നത്. അതിനകത്ത് പല സീനിലും പറയുന്നുണ്ട് നടിപ്പൻ ചക്രവർത്തി എന്ന് പറയുന്നത് അത് തന്നെ ദുൽഖർ ചെയ്തിട്ടുമുണ്ട്. കിടിലൻ ദുൽഖർ പടം. ദുൽഖർ പിന്നെ എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജേക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കിടിലാണ്. അല്ല എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സമുദ്രക്കനി കേട്ടോ, സമുദ്രക്കനി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് റോള്. ഇതൊരു അഭിനയ സിനിമയാണ്, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്യുന്ന ഓരോ വർക്കൊക്കെ ഉണ്ട്, കിടിലായിട്ടുണ്ട്. 100% ദുൽഖർ പടം. ശരിക്കും പറഞ്ഞ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയാണ്. അതായത് പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ കാണാറില്ല. അപ്പോൾ ഒരു 50s ഒരു സിനിമ ലൈഫിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥയിൽ അദ്ദേഹമാക്കി മാറ്റിയ ഒരു ഡയറക്ടർ നമ്മൾ ഇവരുടെ ഒരു ഈഗോ ക്ലാഷാണ്. നമുക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്കൊരു അയ്യപ്പൻ കോശി വൈബിൽ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു രീതിയിലേക്ക് റാണയുടെ ക്യാരക്ടർ വന്നിട്ട് നല്ല ഗ്രിപ്പിംഗ് ആയ സ്റ്റോറി ലൈനാണ്. സെക്കൻഡ് ഹാഫിൽ അത് അവതരിപ്പിച്ചൊക്കെ ഗംഭീരമാണ്. പിന്നെ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു അഭിനയം ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റി. മൊത്തത്തിൽ നോക്കി ഇത് പെർഫോമൻസ് ബേസ്ഡുള്ള സിനിമയാണ്. അതായത് ദുൽഖർ ആണെങ്കിലും സമുദ്രക്കനി ആണെങ്കിലും ഇതുപോലുള്ള ഹീറോയിനായി ചെയ്ത ഭാഗ്യശ്രീ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സിനിമ. ഇതൊരു ലോങ് സിനിമയാണ്, 2-2.5 മണിക്കൂർ. നമുക്ക് തിയേറ്ററിൽ ഒരിക്കലും ആ ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. പിന്നെ പഴയ സിനിമയിലൂടെ അഭിനയ രീതി ഉണ്ടല്ലോ, ഒരു 50s 60s സിനിമകളുടെ അഭിനയ രീതി, അത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ അത് നമുക്കൊരു കുറച്ച് ഓവർ ഡ്രാമാറ്റിക് മെലോ ഡ്രാമിക്കായിട്ട് തോന്നും. ആ ഒരു രീതിയിലാണ് ദുൽഖർ ആ സീനുകളിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ആ സിനിമയുടെ പുറകിലേക്ക് വരുമ്പോൾ നോർമലായിട്ടുള്ള ഒരു അഭിനയ രീതി, അങ്ങനെ 2 തരത്തിലുള്ള സിനിമക്കകത്തെ ആ സൂപ്പർ സ്റ്റാറും റിയൽ ലൈഫിലെ ആ സൂപ്പർ സ്റ്റാറുമായിട്ട് 2 രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു സിനിമയ്ക്കകത്ത് തന്നെ ദുൽഖർ കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ രസകരമായ ഒരു മേക്കിംഗ് ആണ് സിനിമയുടെ. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മൾ പറയുന്നത് ജേക്സ് ബിജോയുടെ BGM, ആ ഒരു ഇമോഷൻസ് ശരിക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. എടുത്തു പറയേണ്ട പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സമുദ്രക്കനിയുടെ പെർഫോമൻസ് ദുൽഖറിൻ്റെ ഒപ്പം തോൾ ചേർന്നിട്ട് അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കി അങ്ങനെയുള്ള ഒരു പീരിയഡ് ഡ്രാമ, ആക്ടിങ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഗംഭീര ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. ദുൽഖറിന് വളരെയധികം അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്ന അവാർഡ് സെറിമണികളൊക്കെ ഒരുപക്ഷെ നമ്മൾ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റോളാണിത്. അതോടൊപ്പം തന്നെ സമുദ്രക്കരയുടെ വേഷവും അതിനൊക്കെ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ് കാന്ത. നമുക്കറിയാം മലയാളത്തിൽ നിന്ന് മാറിയിട്ട് തെലുങ്കിലും തമിഴിലുമാണ് അദ്ദേഹം കൂടുതൽ സിനിമ ചെയ്യുന്നത്. അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ട് ഇവിടുന്നും ഈ സിനിമയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് കാന്തയെക്കുറിച്ച്. ഒരു അസാധ്യ പ്രകടനമാണ് നായകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ അത്രയും വളരെ അസാധ്യ പെർഫോമൻസാണ്. ഇത് പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വല്ലാത്ത പ്രകടനമാണ് കാണിച്ചത്. സൂപ്പർ. നമ്മൾ ആ ഒരു 2.25 മണിക്കൂർ സിനിമ ഉണ്ട്, അതിന് നമ്മൾ ലയിച്ചു പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫ് ഭയങ്കര നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന ഒരു വല്ലാത്തൊരു പ്രകടനമാണ്. നല്ല ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. റിട്രയലും എല്ലാം രീതിയിലാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് വന്നിട്ട് ഒരു ത്രില്ലർ മോഡിലേക്ക് ആ പടമാണ്. ഒരു റിയൽ സ്റ്റോറിനെ ആസ്പദമാക്കിയുള്ള കഥയാണ്. അപ്പോൾ അത്രത്തോളം ആ സ്റ്റോറിയായിട്ട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് അത് നമുക്കറിയില്ല. റിയൽ സ്റ്റോറി ആണെന്നുള്ളത് അതറിയില്ല. പക്ഷേ വളരെ സിനിമാറ്റിക്കായിട്ട് ചെയ്തേക്കണം. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മോഡലാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ദുൽഖറിന് വന്നൊരു ആക്ടറിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ മൂവി കാണുമ്പോൾ അറിയാം. നല്ല സ്റ്റാൻഡേർഡ് മൂവി, ആക്ട്രസും ഒക്കെ നന്നായിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടൊരു പിന്നെ ദുൽഖറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ദുൽഖറിൻ്റെ ഒരു നല്ല മൂവി, ഒരു എന്താ ദുൽഖറിൻ്റെ ഗ്രോത്ത് അറിയണമെങ്കിൽ നമ്മൾ ഈ മൂവി കാണണം. എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീര പടം, ക്ലാസിക് സ്റ്റാൻഡേർഡ് മസ്റ്റ് വാച്ച്. എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയും എല്ലാം കൊണ്ട് നല്ലൊരു പടം. അതാണ് പറഞ്ഞത്.